യുദ്ധം ഒരു രക്ഷയുമില്ലാതെ മുന്നോട്ടു പോവുകയാണ്. സമാധാനം അകലെയാണ്. മധ്യസ്ഥ രാജ്യങ്ങളുടെ തീരുമാനങ്ങളും അല്ലെങ്കിൽ അവർ പറയുന്ന നടപടികളൊന്നും തന്നെ അമേരിക്കയും ഇറാനും ചെവികൊള്ളുന്നില്ല. നിലപാടുകൾ കടുപ്പിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് ഇരു രാജ്യങ്ങളും കടക്കുകയാണ്. ഇപ്പോൾ പശ്ചിമേഷ്യ ഒരു മഹാ ആണവ ദുരന്തത്തിൻ്റെ വക്കിലേക്ക് തള്ളിവിട്ടുകൊണ്ട് യുദ്ധം ഇപ്പോൾ ഇറാന്റെ ആണവ മേഖലയിലേക്ക് നേരിട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് അമേരിക്കയുടെ ഏറ്റവും മാരകമായിട്ടുള്ള അത്യാധുനിക MQ-9 റീപ്പർ എന്ന് പറയുന്ന ഡ്രോൺ തങ്ങൾ വെടിവെച്ചിട്ടതായിട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ ഏക പ്രവർത്തനക്ഷമമായിട്ടുള്ള ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന തുറമുഖമായിട്ടുള്ള അല്ലെങ്കിൽ തുറമുഖ നഗരമായിട്ടുള്ള ഈ ബുഷഹറിന് മുകളിലൂടെ US ഡ്രോൺ പറന്നതാണ് ഇറാനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ആ ഡ്രോൺ തകർത്തു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഒരു കാര്യം പറയട്ടെ, യുദ്ധം ഫെബ്രുവരി 28-ന് തുടങ്ങിയതാണ്. 4 മാസം പിന്നിടുമ്പോൾ ഈ യുദ്ധത്തിൽ 2 രാജ്യങ്ങൾ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ലോകം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ യുദ്ധത്തെ നോക്കുന്നത് എപ്പോൾ സമാധാനം വരും അല്ലെങ്കിൽ എപ്പോൾ ഇത് അവസാനിക്കുമെന്നൊക്കെയാണ് പലരും ഇതിനെ നോക്കിക്കാണുന്നതും ചിന്തിക്കുന്നതും. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും വലിയൊരു ദുരന്തത്തിലേക്ക്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയൊരു ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത് 2 രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഇപ്പോൾ സിറിയയിലേക്കും കൂടി ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ്. ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, അതുപോലെ തന്നെ സിറിയ എന്നുള്ള ഈ രാജ്യങ്ങളിലേക്ക് ആക്രമണം ഘടിപ്പിക്കുമ്പോൾ അത് വല്ലാതെ മറ്റു രാജ്യങ്ങൾക്കും പ്രതിസന്ധിയാക്കുന്നുണ്ട്. ഇനി ഈ ഹോർമുസ് കടലിടുക്കും നിർണായകമാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആണവ കേന്ദ്രത്തിലേക്ക് ഈ അമേരിക്കയുടെ ഡ്രോൺ പറന്നു എന്നുള്ള വാർത്ത വരുന്നതും അതിനെ നിഷ്പ്രഭമാക്കി അല്ലെങ്കിൽ തരിപ്പണമാക്കി എന്ന് ഇറാൻ അവകാശപ്പെടുന്നതും. തങ്ങൾ പുതുതായിട്ട് വികസിപ്പിച്ചെടുത്ത അതിനൂതന വ്യോമ പ്രതിരോധ സംവിധാനം പ്രയോഗിച്ചാണ് ഈ അമേരിക്കൻ ചാര ഡ്രോണിനെ ആകാശത്ത് വെച്ച് തകർത്തത് എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് അഭിപ്രായപ്പെടുന്നത്. ഈ സംഭവം പുറത്തു വന്നതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ തീവ്രത അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ഈ ഭൂഗർഭ അറകളിൽ തങ്ങളുടെ ഒരു മിസൈൽ സിറ്റി തന്നെയുണ്ട്. ആ മിസൈൽ സിറ്റി മാത്രമല്ല, ഇപ്പോൾ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ ആ മുകളിലൂടെ ഡ്രോൺ പറന്നു, ആ ഡ്രോണിനെ തകർത്തു എന്ന് പറയുമ്പോൾ യുദ്ധത്തിന്റെ കാഠിന്യം അതീവ ഗുരുതരമായിട്ട് പോവുകയാണ്. ഈ ബുഷഹറിലെ ഡ്രോൺ വേട്ടയ്ക്ക് പിന്നാലെ ഇറാന്റെ മധ്യനഗരമായിട്ടുള്ള യാസ്ദിന് പുറത്തും ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ വൻ പ്രതിരോധ പ്രൊജക്ടൈലുകൾ യാസ്ദ് നഗരത്തിന് പുറത്തു വന്ന് പതിച്ചതായിട്ട് ഇറാന്റെ പ്രമുഖ മാധ്യമമായിട്ടുള്ള മെഹർ ന്യൂസ് ഏജൻസി സ്ഥിരീകരിച്ചു. ഇറാന്റെ ഉള്ളിലേക്ക് അമേരിക്കൻ മിസൈലുകൾ തുളച്ചു കയറാൻ തുടങ്ങിയതോടെ ഇറാൻ സൈന്യവും തങ്ങളുടെ പ്രതിരോധ കോട്ടകൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഇരുപക്ഷത്തു നിന്നും സ്വതന്ത്രമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ പൂർണ്ണമായിട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇറാന്റെ ആകാശത്ത് ഇപ്പോൾ നടക്കുന്നത് വലിയൊരു വ്യോമായുധം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇറാനിയൻ മണ്ണിൽ അമേരിക്ക നടത്തുന്ന ഈ ഒരു നിരന്തരമായിട്ടുള്ള ബോംബാക്രമണങ്ങൾക്കും സിവിലിയൻ നാശനഷ്ടങ്ങൾക്കും മറുപടിയായിട്ട് ഭയങ്കരമായിട്ടൊരു പ്രതികാരമാണ് അല്ലെങ്കിൽ പ്രതികാര ആക്രമണമാണ് ഇറാൻ പിന്നീട് അഴിച്ചുവിട്ടത്. ഇത്തവണ ഇറാന്റെ ലക്ഷ്യം ബഹ്റൈനിനുള്ളിലെ അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളായിരുന്നു. US നാവികസേനയുടെ ആളില്ല ഉപരിതല കപ്പലുകൾ സൂക്ഷിച്ചിരുന്ന പ്രധാന ഡിപ്പോയും അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൗകര്യങ്ങളുള്ള പ്രധാന കെട്ടിടവും തങ്ങൾ വിജയകരമായിട്ട് തകർത്തതായിട്ട് IRGC പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഒരേ സമയം വർഷിച്ചാണ് അമേരിക്കയുടെ ഈ ഒരു വൻ സൈനിക ആസ്തികൾ ഇറാൻ നാമാവശേഷമാക്കിയത്. വലിയ പ്രതിസന്ധി രൂപപ്പെടുകയാണ്. അമേരിക്കയുടെ അതിനൂതന സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽ ഇറാൻ നടത്തിയ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് താവളത്തിന്റെ തകർച്ച വാഷിംഗ്ടണിന്റെ വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്ത US-ന് ഇതിലും വലിയൊരു വില നൽകേണ്ടി വരുമെന്നാണ് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് അമേരിക്ക വലിയ നാശനഷ്ടങ്ങളെ കുറിച്ച് ഔദ്യോഗികമായിട്ട് മൗനം പാലിക്കുകയാണെങ്കിലും ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ നാവിക കപ്പലുകളും ഡിപ്പോകളും ഇപ്പോൾ കടുത്ത നാശനഷ്ടങ്ങളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം അമേരിക്ക തുറന്നു പറയുന്നില്ല. അവിടെ മൗനം പാലിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. എന്നാൽ ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ആഘാതം ഇപ്പോൾ പ്രതിഫലിക്കുന്നത് ലോകത്തിന്റെ എണ്ണപ്പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കാണ്. ഈ ഹോർമുസ് കടലിടുക്ക് എന്തുകൊണ്ടാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിനെ എന്തിനാണ് ഇത്ര പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ളവർ ഈ ഹോർമുസ് അടച്ചപ്പോൾ പട്ടിണി കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഗ്യാസ് ഇല്ല, എണ്ണയില്ല, അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. 1/4 ഭാഗവും കടന്നു പോകുന്ന ആ
ഹോർമുസ് കടലിടുക്ക്, ചെറിയ ആ ഒരു കടലിടുക്ക് അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ ലോകത്തെ മൊത്തത്തിൽ ഇരുട്ടിലാക്കും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഈ ഹോർമുസ് അടച്ചിട്ടിരുന്ന് വലിയ പ്രതിസന്ധി രൂപപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രതിസന്ധി രൂപപ്പെടുന്ന സമയത്ത് തന്നെ വീണ്ടും അമേരിക്ക ആക്രമിക്കാൻ ശ്രമിച്ചാൽ അപ്പുറത്തെ ചെങ്കടൽ കൂടി പൂട്ടാനുള്ള നിർദ്ദേശം കൂടിയുണ്ട്. എന്തായാലും യുദ്ധം ആ രണ്ട് രാജ്യങ്ങളിൽ ഒതുങ്ങാതെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിരുന്ന മാരകമായിട്ടുള്ള മൈൻ ഫീൽഡ് മറികടക്കാൻ ശ്രമിച്ച 2 കൂറ്റൻ എണ്ണക്കപ്പലുകൾ സ്ഫോടനത്തിൽ തകർന്ന് തരിപ്പണമായതായിട്ട് IRGC പറയുന്നുണ്ട്. ഇനി അമേരിക്കൻ ഇന്റലിജൻസ് ആണ് ഈ കപ്പലുകളെ മനഃപൂർവ്വം ഇറാന്റെ മൈൻ ഫീൽഡിലേക്ക് നയിച്ചത് എന്നാണ് ഇറാന്റെ ആരോപണം. എന്നാൽ ഇറാന്റെ ഈ ഒരു വാദം പൂർണ്ണമായിട്ടും കള്ളമാണെന്നും അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നുമാണ് US സെൻട്രൽ കമാൻഡ് അഥവാ സെറ്റ്കോം ഇതിനെ വ്യക്തമാക്കുന്നത്. ഈ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ വാക്പോര് മുറുകുമ്പോൾ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ പൂർണ്ണമായും കലുഷിതമായിരിക്കുകയാണ്. ഇനി ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ അങ്ങേയറ്റം അപകടകരവും സുരക്ഷിത ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഇടമായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം അതുവഴി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ കപ്പൽ കമ്പനിക്കാർ പോലും സ്വന്തം കപ്പലുകൾ അതുവഴി കടത്തിവിടാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് ഭയമാണ്, തങ്ങളെ രക്ഷിക്കും, അതുവഴി കപ്പൽ കടത്തിക്കൊണ്ട് പോകാം എന്ന് ട്രംപ് പറയുമ്പോഴും ഈ കമ്പനികളൊന്നും തന്നെ അതിന് യെസ് പറയുന്നില്ല. കാരണം അവർക്ക് ഭയമാണ്, ഏതൊരു കപ്പൽ പോയാലും അതിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഭയം കാണും. അതുകൊണ്ട് തന്നെ ആ കപ്പൽ കമ്പനികൾ അതുവഴി കപ്പലുകൾ കടത്തിവിടാൻ സമ്മതിക്കുന്നില്ല. ഇനി അമേരിക്ക തങ്ങളുടെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുന്നത് വരെ ഈ വഴിയിലൂടെയുള്ള എണ്ണവാതക രാസവള കയറ്റുമതികൾ പൂർണ്ണമായിട്ട് തടയുമെന്നാണ് ഇറാന്റെ പുതിയ ഭീഷണി. ഈ ആകാശ യുദ്ധത്തിൽ തങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അഹങ്കരിച്ച പെന്റഗണിന്റെ വൻ വ്യോമസേനയെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഡിജിറ്റൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്റർ ഇറാന്റെ മിസൈൽ സേന പൂർണ്ണമായിട്ടും തകർത്തു കളയുന്നു. ഈ ഹോർമുസ് പൂർണ്ണമായിട്ടും അടച്ചിടുന്നു. ബഹ്റൈനിൽ പ്രവർത്തിച്ചിരുന്ന US സൈന്യത്തിന്റെ താവളങ്ങൾ തകർന്നു. ഗൾഫ് മേഖലയിലാകെ അമേരിക്കൻ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് നിശ്ചലമാക്കിയിരിക്കുന്നു. അങ്ങനെ ചെറിയൊരു യുദ്ധമല്ല ഇത്, വലിയൊരു ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് യുദ്ധത്തിന്റെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡേ ബൈ ഡേ എന്ന് പറയുമ്പോൾ ഓരോ അതിന്റെ യുദ്ധത്തിന്റെ കാഠിന്യം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മളെ വല്ലാതെ ബാധിക്കും എന്നതാണ്. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇനി രാജ്യങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇറാന്റെ ഒരേ ഒരു സിവിലിയൻ ആണവ നിലയമായിട്ടുള്ള ഈ ബുഷഹർ സമുച്ചയത്തിന് നേരെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വൻ ബോംബാക്രമണം നടത്തിയെങ്കിലും ഇറാന്റെ എയർ ഡിഫൻസ് സേന അവിടെ തീർത്തത് തകർക്കാനാകാത്ത പ്രതിരോധ കോട്ടയാണ്. ആണവ നിലയത്തിന്റെ പ്രധാന സുരക്ഷാ ഭാഗങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ അത്യാധുനിക ബോംബറുകളെയും മിസൈലുകളെയും ആകാശത്ത് തന്നെ വെച്ച് തടഞ്ഞു നിർത്തി ആ നാശനഷ്ടങ്ങളിൽ നിന്ന് ആണവ സാമഗ്രികളെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ ഇറാന്റെ കമാൻഡോകൾക്ക് സാധിച്ചു എന്നതാണ്. ഇനി തുടർച്ചയായിട്ടുള്ള 7ാം രാത്രിയും ഇറാന്റെ ഉൾനാടൻ നഗരങ്ങളായിട്ടുള്ള ചബഹാർ, കൊണാറക്ക്, സിറിക്ക് എന്നിവിടങ്ങളിൽ അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തിയിട്ടും ഇറാന്റെ പോരാട്ട വീര്യം അണുവിട കുറഞ്ഞിട്ടില്ല എന്നതാണ്. ഈ അമേരിക്ക എത്രയൊക്കെ ബോംബ് എറിഞ്ഞാലും തങ്ങളുടെ ഭൂഗർഭ മിസൈൽ വിക്ഷേപണ തറകളും ബാലസ്റ്റിക് മിസൈലുകളുടെ വൻ ശേഖരവും പൂർണ്ണമായിട്ടും സുരക്ഷിതമാണെന്ന് ഇറാൻ വീണ്ടും തെളിയിക്കുകയാണ്. ഇറാനിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഇറാന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട്, സാമ്പത്തിക നഷ്ടമുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിൽ പോലും തിരിച്ചടിക്കാൻ ഈ വൻ ശക്തികളോട് ഏറ്റു നിൽക്കാൻ ഇറാന് കഴിയുന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ പവർ കൂടിയാണ്. അമേരിക്കയെ തങ്ങളുടെ മണ്ണിലേക്ക് നേരിട്ടുള്ള ഒരു കരയുദ്ധത്തിന് വലിച്ചിഴച്ച് 2ാം വിയറ്റ്നാം ആക്കി മാറ്റാൻ തന്നെയാണ് ഇറാന്റെ സൈന്യം ഇപ്പോൾ കാത്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ ചിലവിൽ ഇറാൻ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ചാവേർ ഡ്രോണുകളുടെ വൻ ശേഖരമാണ് ഇപ്പോൾ അമേരിക്കൻ കപ്പലുകളെയും ആയുധപ്പുരകളെയും ചാരമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി കോടികൾ വിലമതിക്കുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇറാന്റെ ഈ ഒരു കൂട്ടത്തോടെയുള്ള ഡ്രോൺ ആക്രമണങ്ങളെ തടയാൻ സാധിക്കുന്നില്ല. ഒരേ സമയം ഒട്ടനവധി ലക്ഷ്യങ്ങളിലേക്ക് അതിവേഗം കുതിച്ചുയരുന്ന ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ പെന്റഗണിന്റെ യുദ്ധതന്ത്രങ്ങളെല്ലാം ഇപ്പോൾ പരാജയപ്പെടുകയാണ്. ഇവിടെ ബുദ്ധിപൂർവ്വം കളിക്കുന്നത് ഇറാനാണ്. കാരണം ഹോർമുസ് ബുദ്ധിപൂർവ്വം പിടിച്ചെടുക്കാൻ നോക്കിയതാണ് അമേരിക്ക. അത് ഇറാൻ ഒരിക്കലും സമ്മതിച്ചില്ല. കാരണം ഇറാൻ അറിയാം അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. എന്തായാലും ആണവ കരാറും അധികാരമോഹവും പണവും എല്ലാം മോഹിച്ചു വന്നത് അല്ലെങ്കിൽ ട്രംപിന് ഇപ്പോൾ ഈ ഹോർമുസ് ആണ് പ്രശ്നം. പക്ഷെ ഹോർമുസ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അമേരിക്ക എത്രയൊക്കെ വ്യോമാക്രമണം നടത്തിയാലും തങ്ങളുടെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളും ബാലസ്റ്റിക് മിസൈലുകളുടെ വൻശേഖരവും പൂർണ്ണമായിട്ടും സുരക്ഷിതമാണെന്ന് ഇറാൻ പറയുമ്പോൾ അവിടെ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അമേരിക്ക പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. അവിടെ ഡ്രോണുകൾ പതിക്കുന്നു, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ശരിയാണ്. പക്ഷേ അവിടുത്തെ ഈ മിസൈൽ സിറ്റിയെ തകർക്കാൻ ഇതുവരെ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇനി ലക്ഷക്കണക്കിന് വരുന്ന ഇറാന്റെ കരുത്തുറ്റ കരസേന ഇതുവരെ യുദ്ധത്തിൽ
യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. സാഗ്രോസ് മലനിരകളിലെ വൻ താഴ്വരകളും ഒളിത്താവളങ്ങളും ഉപയോഗിച്ച് അമേരിക്കൻ സൈന്യത്തെ തങ്ങളുടെ മണ്ണിലേക്ക് നേരിട്ടുള്ള ഒരു കരയുദ്ധത്തിന് വലിച്ചിഴയ്ക്കാനാണ് ഇറാന്റെ പ്ലാൻ. അമേരിക്കയെ പശ്ചിമേഷ്യയിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ തന്നെയാണ് ഇറാന്റെ ഈ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കം കൂടി നടക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ വെൽ പ്ലാനോടുകൂടിയാണ് ഇറാൻ ഈ ഒരു യുദ്ധത്തെ കാണുന്നത്. ഒരു ദിവസം ഇറാൻ സൈലന്റ് ആയിട്ടിരിക്കും, മറുവശത്ത് ഇറാന്റെ തന്ത്ര നീക്കങ്ങൾ അവിടെ നടക്കും. അതാണ് അമേരിക്ക വല്ലാതെ ഭയപ്പെടുത്തുന്നത്. എന്തായാലും അമേരിക്ക ആക്രമണം ഘടിപ്പിക്കുമ്പോൾ അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇറാന്റെ ഓരോ നീക്കവും നടക്കുന്നത്. നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും അനുഭവിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പിന്നോട്ടില്ല എന്ന് പറയുന്ന ഇറാന്റെ തീരുമാനത്തെ നമ്മൾ നോക്കേണ്ടത്. കാരണം ഇറാൻ ഈ ഒരു യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു, പല നേതാക്കളും കുട്ടികളും ഒക്കെ അവിടെ കൊല്ലപ്പെട്ടു. എങ്കിൽ പോലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ നിൽക്കണമെങ്കിൽ ഇറാന്റെ അങ്ങേയറ്റം ധൈര്യവും അതുപോലെ തന്നെ ഇറാന്റെ തന്ത്രമാർഗവും എന്ന് പറയുന്നത് വലുതാണ്. അമേരിക്കയ്ക്കെന്നല്ല, പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ ആർക്കും മുന്നിൽ അടിയറവ് പറയില്ല എന്ന് ആ രാജ്യം ഒന്നടങ്കം പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ കരുത്തും അവിടുത്തെ ഭരണകൂടത്തിന്റെ കരുത്തും ഇവർക്കൊന്നും തന്നെ, അല്ലെങ്കിൽ ആ ഒരു കരുത്തിനൊന്നും തന്നെ കോട്ടം സംഭവിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.